ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഈ ചാക്രിക ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിലേക്ക് ആണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുക. പാനീയമായി സ്വയം നൽകുന്ന സ്നേഹം. ഈ ഭാഗം നമുക്ക് ആഴത്തിൽ പഠിക്കുക മാത്രമല്ല നമ്മൾ ധ്യാനിച്ചും കൂടെയാണ് പോകുന്നത്. ചെറിയൊരു ധ്യാനത്തിൻ്റെ ഒരു കാര്യം കൂടി നമ്മൾ അത് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് പഠിക്കുകയും നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ജീവിതത്തെ പരിചിന്തനം ചെയ്തുകൂടിയാണ് പോവുക. അതുകൊണ്ട് ചില ക്ലാസ്സുകൾക്ക് സ്വല്പം നീളം കൂടുതലുണ്ടാവും, ചിലത് ചെറുതായിരിക്കും. പിന്നെ ആ ഒരു വിഷയാധിഷ്ഠിതമായിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ. ഇന്നത്തെ ക്ലാസ് 4-ാമത്തെ അധ്യായമാണ് പഠിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു. 92 മുതൽ 101 വരെയുള്ള ഖണ്ഡികകളാണ് ഇന്നേ ദിവസം നമ്മൾ പഠിക്കാനായിട്ട് പോവുക. ഈ ഭാഗം ദൈവത്തിൻ്റെ സ്നേഹത്തെയും അത് മനുഷ്യകുലത്തിൻ്റെ ദാഹം ശമിപ്പിക്കുന്ന ജീവജലവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഖണ്ഡികയിലേക്കും കടക്കാം. ആദ്യത്തെ ഖണ്ഡികയായ 92-ാം ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിലേക്കും സഭയുടെ പാരമ്പര്യത്തിലേക്കും മടങ്ങുക എന്നുള്ളൊരാശയമാണതിൽ പ്രധാനമായിട്ടും കൊണ്ടുവരിക. ഈ ഖണ്ഡിക നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലേക്കും സഭയുടെ പാരമ്പര്യത്തിലേക്കും ക്ഷണിക്കുകയാണ്. ഇവിടെ ദൈവത്തിൻ്റെ വെളിപാടുകളും ചരിത്രത്തിലുടനീളം അവിടുന്ന് നമ്മോട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ, പ്രത്യേകിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും, ദൈവജനത്തെ മഹത്തായ ഒരു ആത്മീയ തീർത്ഥാടനത്തിലേക്ക് നയിക്കുന്ന ഉൾക്കാഴ്ചകൾ അടങ്ങിയിരിക്കുന്നതായി നമുക്ക് കാണാനായി സാധിക്കും. ദൈവത്തിൻ്റെ സ്നേഹം എന്നത് ഒരു പുതിയ ആശയമല്ല. അത് മാനവരാശിയുടെ ചരിത്രത്തിലുടനീളം ദൈവവചനത്തിലൂടെയും സഭയുടെ വിശ്വാസത്തിലൂടെയും നമ്മോട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഈ ഭാഗം പഠിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും ദൈവവചനത്തിൽ കേന്ദ്രീകരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. ഇതിനൊരു ഇൻട്രൊഡക്ഷനായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ആശയം എന്ന് പറയുന്നതേ ഉള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിൽ, പ്രത്യേകിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും, ദൈവജനത്തെ മഹത്തായ ഒരു ആത്മീയ തീർത്ഥാടനത്തിലേക്ക് നയിക്കുന്ന ഉൾക്കാഴ്ചകളാണ് ഈ ചാക്രിക ലേഖനത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു അധ്യായത്തിൽ പറയാൻ പോകുന്നതെന്നാണ് പരിശുദ്ധ പിതാവ് സൂചിപ്പിച്ചിരിക്കുന്നത്. 93-ാം ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സ്നേഹത്തിനായി ദാഹിക്കുന്ന ദൈവം. ഈ ഭാഗം ദൈവത്തിൻ്റെ സ്നേഹത്തെ ജീവജലം എന്ന പ്രതീകത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതിലെ പ്രധാന ആശയം എന്ന് പറയുന്നത്, ദാഹിക്കുന്ന മനുഷ്യർക്ക് ജീവജലം വാഗ്ദാനം ചെയ്യുന്ന ഒരു ദൈവത്തെ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് കാണിച്ചു തരികയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം: രക്ഷയുടെ കിണറ്റിൽ നിന്നും നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. മരുഭൂമിയെ ദാഹിച്ചു വലഞ്ഞ ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം ജീവജലം വാഗ്ദാനം ചെയ്തു. ഇത് ശാരീരികമായ ദാഹം ശമിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി ആത്മീയമായ ദാഹത്തെക്കുറിച്ചാണ് പറയുക. അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 25-26 വാക്യങ്ങൾ: ഞാൻ നിങ്ങളുടെ മേലെ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, ഒരു പുതു ചൈതന്യം നിങ്ങൾക്ക് ഞാൻ നൽകും. ഇത് പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തെയും ഒരു പുതിയ ജീവിതത്തെയും കുറിക്കുകയാണ്. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം 7 മുതൽ 9 വരെ വാക്യങ്ങളിൽ: നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജാലങ്ങൾ പറ്റിച്ചേർന്ന് ജീവിക്കും, അങ്ങനെ നദി ഒഴുകുന്നിടത്തെല്ലാം ജീവൻ നിറഞ്ഞു നിൽക്കും. ദേവാലയത്തിൽ നിന്നും ഒഴുകുന്ന ജലം ജീവനും രക്ഷയും കൊണ്ടുവരുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുകയാണ്. ഈ നദി ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും അനുഗ്രഹത്തെയും പ്രതീകവൽക്കരിക്കുകയാണ്. അങ്ങനെ മനുഷ്യൻ്റെ സ്നേഹത്തിനായി ദാഹിക്കുന്നുവെന്നും നമ്മുടെ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിച്ച് പുതിയൊരു ജീവിതം നൽകാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുവെന്നും ഈ സുവിശേഷങ്ങൾ, പ്രത്യേകിച്ച് വചനത്തിൻ്റെ ഭാഗം വിശുദ്ധീകരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് യെശയ്യാ 12:3,
എസെക്കിയേൽ 36 25 മുതൽ 26 വാക്യങ്ങളും എസെക്കിയേൽ 47 അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ദാഹിക്കുന്ന മനുഷ്യർക്ക് ജീവജലം നൽകുന്ന വാഗ്ദാനം ചെയ്യുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുകയാണ്. അത് ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുപോയി കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ആത്മീയ തീർത്ഥയാത്രയെ ചേർത്ത് വെച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഇതിനെ വിശുദ്ധീകരിക്കുന്നത്. 94 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കൂടാരത്തിരുനാളും ജലത്തിൻ്റെ പ്രാധാന്യവും. യഹൂദ പാരമ്പര്യങ്ങളിൽ ജലത്തിനുള്ള പ്രാധാന്യമാണ് ഈ ഖണ്ഡികയിൽ പ്രധാനമായിട്ട് വ്യക്തമാക്കുന്നത്. അതായത് ഇസ്രായേൽ ജനതയുടെ മരുഭൂമി യാത്രയെ അനുസ്മരിക്കുന്ന കൂടാരത്തിരുനാളിൽ ജലം ഒരു പ്രധാന പ്രതീകമായിട്ട് മാറുന്നുണ്ട്. 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ ദൈവം തൻ്റെ ജനത്തിനു ജലം നൽകി പരിപാലിച്ചു. ഈ അനുഭവം അനുസ്മരിച്ചുകൊണ്ടാണ് കൂടാരത്തിരുനാളിൽ ജലത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എല്ലാ ദിവസവും രാവിലെ ജലമർപ്പിക്കുന്നതും ദേവാലയത്തിലേക്ക് ഘോഷയാത്ര നടത്തി ബലിപീഠത്തെ വലം വച്ച് ജലം സമർപ്പിക്കുന്നതും ഈ തിരുനാളിൻ്റെ പ്രധാന ചടങ്ങുകളായിരുന്നു. കൂടാരത്തിരുനാളിൽ എൻ്റെ ബന്ധമെന്ന് പറയുന്നത് ജലത്തിനായുള്ള ദാഹമാണ്, ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിൻ്റെ പരിപാലനം, ഇവയെല്ലാം ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ അനുഭവിച്ച ആ കാര്യങ്ങളാണ്. ജലത്തിന് വേണ്ടിയിട്ടുള്ള ജനത്തിൻ്റെ ദാഹം, വെള്ളം കിട്ടാൻ വേണ്ടിയുള്ളവരുടെ ദാഹം, ദൈവത്തിലുള്ള ഒരു ആശ്രയം, ദൈവത്തിൻ്റെ പരിപാലനം, ഇവയെല്ലാം ഈ ഒരു യാത്രയിൽ 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ കാണുന്ന കാര്യങ്ങളാണ്. അവിടെയെല്ലാം ദൈവം എങ്ങനെയാണ് പരിപാലിച്ചത്, ജലം നൽകി എങ്ങനെയാണ് പരിപാലിച്ചതെന്നാണ് ഈ ഖണ്ഡികയിൽ പ്രധാനമായിട്ടും സൂചിപ്പിക്കുക. 95 ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. രക്ഷകൻ്റെ വരവിനെ ഒരു ഉറവയായി ഈ ഭാഗം വിശേഷിപ്പിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ അത് പാപമോചനത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും ഒരു ഉറവയായിട്ട് കാണുകയാണ്. രക്ഷകൻ്റെ ഉറവ എന്നാണ് പറയുക. സക്കറിയായുടെ പ്രവചനം ക്രിസ്തുവിൻ്റെ വരവിനെയും അവിടുന്ന് പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും നമ്മെ കഴുകി വിശുദ്ധീകരിക്കുന്ന ഒരു ഉറവയായി മാറുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുക. സക്കറിയയുടെ പുസ്തകം 12 അധ്യായം 10 വാക്യത്തിലും 13 അധ്യായം 1 വാക്യത്തിലും തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന വണ്ണം അവർ കരയും. പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കുവാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പറയും. ഇത് മിശിഹായുടെ സഹനത്തെയും 1 ഭാഗം തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന വണ്ണം അവർ കരയുമെന്ന് പറയുന്നത് ഇത് മിശിഹായുടെ സഹനത്തെയും അവിടുത്തെ മരണത്തിലൂടെയുള്ള പാപമോചനത്തെയും കുറിച്ചാണ് പറയുന്നത്. അതാണ് പറയുന്നത്, പാപത്തിൻ്റെ അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്നൊരു ഉറവ പൊട്ടിപ്പുറപ്പെടും എന്ന് പറയുന്നതിൻ്റെ കാരണം ഈശോയുടെ സഹനത്തെയാണ് 1 ഭാഗം കാണിക്കുക എങ്കിൽ അവിടുത്തെ മരണത്തിലൂടെ പാപമോചനത്തെക്കുറിച്ചുള്ളൊരു പ്രവചനമാണ് ഈ സക്കറിയ 12 അധ്യായത്തിലും 13 അധ്യായത്തിലും നമ്മൾ കാണുന്നത്. പഴയ നിയമത്തിലെ ജലത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പുതിയ നിയമത്തിൽ എങ്ങനെ പൂർത്തിയാകുന്നു എന്നതിലേക്കുള്ളൊരു പാലമാണിത്. ഒരു തുടർച്ചയാണ് ഈ കാര്യം മുന്നോട്ട് പോവുക. പഴയ നിയമത്തിൽ വെള്ളം അല്ലെങ്കിൽ ജലം കൊണ്ട് ശുദ്ധീകരിക്കാൻ ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടുമെന്ന് പറയുന്നത് അത് മിശിഹായിലൂടെയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മിശിഹായിലൂടെ അത് പൂർത്തിയാക്കുന്നു എന്ന് പറയുന്ന ഒരു പാലം പണിയിലാണ് ഇവിടെ കാണുക. അതിലേക്ക് എത്തുന്നതിനുള്ളൊരു പാലമായിട്ടാണ് ഈ ഖണ്ഡികയിൽ പരിശുദ്ധ പിതാവ് പ്രത്യേകമായി സൂചിപ്പിക്കുക. 96 ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മുറിവേറ്റ ഹൃദയം ജീവൻ്റെ ഉറവയാണ്. ഈ ഖണ്ഡികയിൽ ക്രിസ്തുവിൻ്റെ മുറിവേറ്റ ഹൃദയമാണ് ജീവൻ്റെ യഥാർത്ഥ ഉറവയെന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു വെക്കുകയാണ്. അതിൽ ഈ ഖണ്ഡികയുടെ പ്രധാനപ്പെട്ട ആശയം ഇതാണ്. അതായത് കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ സക്കറിയായുടെ പ്രവചനങ്ങൾ പൂർത്തിയാക്കുന്നു. ഇതിനു മുമ്പത്തെ ഖണ്ഡികയിൽ നമ്മൾ സക്കറിയയുടെ പ്രവചനം കണ്ടു. സക്കറിയ 12 അധ്യായവും 13 അധ്യായത്തിൽ വരുന്ന കാര്യങ്ങൾ.
ഈശോയുടെ തിരുഹൃദയത്തിൽ ഈ സക്രിയയുടെ പ്രവചനങ്ങൾ പൂർത്തിയാകുകയാണ്. അവിടുത്തെ മുറിവേറ്റ വിലാവിൽ നിന്നും ഒഴുകുന്ന രക്തവും വെള്ളവുമാണ് ആത്മാവിൻ്റെ ജലം. ആദ്യത്തെ ഖണ്ഡികകളിൽ ഈശോയുടെ, അതായത് 40 വർഷത്തെ കാനാൻ ദേശത്തേക്കുള്ള യാത്ര, മരുഭൂമിയിലൂടെയുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയിൽ ജലം അവിടെ നൽകപ്പെട്ടു. അവരുടെ ശരീരത്തിൻ്റെ ദാഹത്തിൻ്റെ പൂർത്തീകരണത്തിനായി നൽകപ്പെടുന്നതാണ് എന്ന് പറയുന്നു. തുടർന്ന് വരുന്ന ഖണ്ഡികയിൽ ഇത് ഈശോയിലേക്കുള്ള ഒരു യാത്രയുടെ ഒരു പാലമാണെന്ന് പറയുന്നു. ഇവിടെ വരുമ്പോൾ 96-ാമത്തെ ഖണ്ഡികയിൽ വരുമ്പോൾ വളരെ കൃത്യമായിട്ട് പറയുന്നു, കുത്തിമുറിവേൽപ്പിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ സക്രിയാടി പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. അവൻ്റെ വിലാവിൽ നിന്നും പുറപ്പെട്ട രക്തവും ജലവുമാണ് ആത്മീയ ജലം. യോഹന്നാൻ 19:34 നമ്മൾ കാണുന്നുണ്ട്, പടയാളികൾ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അതിൽ നിന്നും രക്തവും വെള്ളവും പുറപ്പെട്ടു. ഈ സംഭവം സക്രിയായുടെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. രക്തം രക്ഷയെയും വെള്ളം പരിശുദ്ധാത്മാവിനെയും കൂദാശകളെയുമാണ് സൂചിപ്പിക്കുക. അങ്ങനെ ആത്മാവിനുള്ള ജലം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകി തുടങ്ങി. യോഹന്നാൻ 19:37 സക്രിയ 12:10 ഈശോയുടെ വിലാവിൽ നിന്നും ഒഴുകിയ രക്തവും വെള്ളവും കുത്തിമുറിവേൽപ്പിക്കപ്പെട്ടവനെക്കുറിച്ചുള്ള പ്രവചനത്തെയാണ് ഓർമ്മിപ്പിക്കുക. ഇതൊരു പ്രതീകാത്മകമായിട്ട് ഈശോയുടെ മുറിവേറ്റ ഹൃദയം ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെയും മാനവകുലത്തോടുള്ള, അല്ലെങ്കിൽ മാനവകുലത്തിനു വേണ്ടിയുള്ള, മനുഷ്യകുലത്തിനു വേണ്ടിയുള്ള അവിടുത്തെ സ്വയം സമർപ്പണത്തിൻ്റെയും പ്രതീകമായിട്ടാണ് നിൽക്കുക. പ്രധാനമായിട്ടും ഈ ഖണ്ഡികയെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഇത് മുമ്പ് പറഞ്ഞ 2 ഖണ്ഡികയിൽ പഴയ നിയമത്തിലെ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ഇത് ക്രിസ്തുവിലേക്കുള്ളൊരു പാലമാണെന്ന് പറഞ്ഞിട്ട്, ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട രക്തവും ജലവും അത് ആത്മാവിൻ്റെ ജലമാണ് എന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നു. യോഹന്നാൻ 19:34 യോഹന്നാൻ 19:37 അതുപോലെ സക്കറിയ 12:10 വീണ്ടും നമ്മോട് പഠിപ്പിച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഈ ഖണ്ഡികയിൽ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്ന രക്തം അത് രക്ഷയെയും വെള്ളം പരിശുദ്ധാത്മാവിനെയും ഉദാശകളെയും സൂചിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഖണ്ഡിക സമാപിപ്പിക്കുക. 97-ാം ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ജീവജലത്തിൻ്റെ അരുവികൾ, ഈശോയുടെ മഹത്വീകരണം. ഈശോയുടെ വാക്കുകളിലൂടെ ജീവജലത്തിൻ്റെ അരുവികൾ എങ്ങനെ പൂർത്തിയാകുന്നുവെന്ന് ഈ ഭാഗം വ്യക്തമാക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 37-38 വാക്യങ്ങളിൽ ഈശോയുടെ വാക്കുകൾ അവിടുത്തെ കുരിശിലെ മരണത്തിലൂടെയും മഹത്വീകരണത്തിലൂടെയുമാണ് പൂർണ്ണമാകുന്നത്. യഹൂദരുടെ തിരുനാളിൻ്റെ അവസാന ദിവസം ഈശോ വിളിച്ചു പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. വീണ്ടും നമ്മൾ ഈശോ ആ യഹൂദരുടെ തിരുനാളിന് മുമ്പ് വിളിച്ചു പറയുന്ന കാര്യം ഇതാണ്. ആ ഒരു കാര്യം, അതായത് ഈശോയുടെ ഈ പറഞ്ഞ ഈ വാക്കുകൾ, ജീവജലത്തിൻ്റെ അരുവികൾ പൂർത്തിയാക്കുന്നത് എപ്പോഴാണ്? ഈശോ കാൽവരിയിൽ തൻ്റെ തിരുഹൃദയം കുന്തത്താൽ കുത്തിത്തുറക്കപ്പെടാനായിട്ട് അനുവദിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ കുന്തത്താൽ കുത്തിത്തുറക്കപ്പെട്ട് അവിടെ നിന്നും ബിലാവിൽ നിന്നും രക്തവും ജലവും ഒഴുകുമ്പോൾ ഈശോ പറഞ്ഞ യോഹന്നാൻ 7:37 പറയുന്ന ആ കാര്യം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഇത് സംഭവിക്കണമെങ്കിൽ ഈശോയുടെ മണിക്കൂർ, അതായത് അവിടുത്തെ പീഡാനുഭവവും മരണവും ഉയർപ്പും സമാഗതമാകേണ്ടിയിരിക്കുന്നു. എൻ്റെ സമയം ഇനിയുമായിട്ടില്ല എന്ന് പരിശുദ്ധ അമ്മയോട് പറയുന്ന ഒരു ഭാഗം നമുക്കറിയാം. ഈ മണിക്കൂർ എൻ്റെ സമയം ഇനിയായില്ല എന്ന് ഈശോ എപ്പോഴും പറയുന്നത്, എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് എന്ന് പറയുന്നതും എൻ്റെ സമയം ഇപ്പോൾ ആയിട്ടില്ല എന്നൊക്കെ പറയുന്നതെല്ലാം ഈ കാൽവരിയിലുള്ള ബലിയെയാണ് പ്രത്യേകമായി സൂചിപ്പിക്കുക. അപ്പം അതുകൊണ്ട് ഈ ജീവജലത്തിൻ്റെ അരുവികൾ അത് സംഭവിക്കണമെങ്കിൽ
എന്തിനാണ്? ഈശോയുടെ മണിക്കൂർ സമാഗതമാകണം. ഈശോയുടെ മണിക്കൂർ എന്ന് പറയുന്നത് പെസഹ രഹസ്യങ്ങളുടെ മണിക്കൂറാണ്. പീഡാനുഭവം, മരണവും ഉയർപ്പും. കുരിശിൽ അവിടുത്തെ മുറിവിൽ നിന്നും ഒഴുകിയ രക്തത്തിലൂടെയും വെള്ളത്തിലൂടെയുമാണിത് പൂർത്തീകരിക്കപ്പെട്ടത്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ ദാഹം ശമിപ്പിക്കുവാനായിട്ട് ഈശോയ്ക്ക് മാത്രമേ കഴിയൂ. അവിടുത്തെ ത്യാഗത്തിലൂടെയാണ് നമുക്ക് ആ ജീവജലം ലഭിക്കുന്നത്. ത്യാഗമെന്ന് പറയുന്നത് കുരിശിലെ ത്യാഗമാണ്, കാൽവരിയിലെ ത്യാഗമാണ്. ആയതിനാൽ ഈ യോഹന്നാൻ്റെ സുവിശേഷം 7:37-38 ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞ വാക്കുകൾ പൂർത്തീകരിക്കപ്പെട്ടത്, ജീവജലത്തിൻ്റെ അരുവികൾ സ്വയം ഒഴുകി പൂർത്തീകരിക്കപ്പെട്ടത് എപ്പോഴാണെന്നാണ് പരിശുദ്ധ പിതാവ് 97-ാമത്തെ ഖണ്ഡികയിലൂടെ നമ്മോട് സൂചിപ്പിക്കുന്നത്. 98-ാം ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വെളിപാട് പുസ്തകത്തിലെ 2 പ്രധാനപ്പെട്ട വചനങ്ങൾ എടുത്തു വെച്ചുകൊണ്ടാണ് ഈ ഖണ്ഡിക മുന്നോട്ട് പോവുക. വെളിപാട് പുസ്തകത്തിലും ഈ പ്രവചനങ്ങളുടെ ഒരു പൂർത്തീകരണം നമ്മൾ കാണുകയാണ്. അതായത് കുത്തി മുറിവേൽപ്പിക്കപ്പെട്ടവനെക്കുറിച്ചും ജീവൻ്റെ ജലത്തെക്കുറിച്ചുമുള്ള പ്രവചനങ്ങളാണ് വെളിപാട് പുസ്തകത്തിലും ആവർത്തിക്കുകയാണ്. അതൊക്കെ നമുക്ക് കാണാം. ഒന്ന്, വെളിപാടിൻ്റെ പുസ്തകം വെളിപാട് 1:7, അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും അവനെ ദർശിക്കും. അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും അവനെ ദർശിക്കും. ഇത് ഈശോയുടെ 2ാം വരവിനെയും അവിടുത്തെ കുരിശിലെ സഹനത്തെയും ആണ് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. വെളിപാട് പുസ്തകത്തിലെ പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തെക്കുറിച്ച് പറയുക. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 17-ാം വാക്യത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവൻ്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. ഇത് ദൈവത്തിൻ്റെ ക്ഷണം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. മുമ്പത്തെ ഖണ്ഡികയിൽ നമ്മൾ കണ്ടായിരുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കണ്ട കാര്യം ഇതാണ്. 7:37, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ വെളിപാട് 22:17 പറയുന്നുണ്ട്, ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവൻ്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. ഇത് ദൈവത്തിൻ്റെ ക്ഷണമാണ്. ആർക്കും സൗജന്യമായി സ്വീകരിക്കാം, ഈ ജീവൻ്റെ ജലം സ്വീകരിക്കാൻ സാധിക്കും. ഒറ്റ കാര്യമേ ഉള്ളൂ, ആഗ്രഹമുണ്ടായിരിക്കണം. സൗജന്യമായിട്ടാണ് നൽകുന്നത്, കൃപയായിട്ടാണ് നൽകുന്നത്, ദാനമായിട്ടാണ് നൽകുന്നത്. പക്ഷേ ആഗ്രഹമുണ്ടായാൽ മാത്രം മതി. ഈശോയുടെ ത്യാഗത്തിലൂടെ നമ്മുടെ ജീവന് ലഭിച്ച ജലം, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ജീവൻ്റെ ജലം ഒരു അവസാനമില്ലാത്ത ഉറവയായിട്ട് തുടരുകയാണ്, നിന്നു പോവുകയില്ല. അതിനൊരു സമാപനമില്ല. എപ്പോഴും ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഈ സ്നേഹത്തിൻ്റെ ഉറവ ഒഴുകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവൻ്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ എന്ന് പറയുന്നത്. ആഗ്രഹിക്കുന്നവർക്കെല്ലാം സ്വീകരിക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ഈ ഒരു ആഗ്രഹം കൂടി നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 7:37 ഈശോ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു പൂർത്തീകരണം, ആ ഒരു വെളിപാടിൻ്റെ ആ ഒരു വചനത്തിൻ്റെ പൂർത്തീകരണം ഈ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുകയാണ്. ഈ കാര്യങ്ങളാണ് പരിശുദ്ധ പിതാവ് 98-ാമത്തെ ഖണ്ഡികയിൽ പ്രധാനമായിട്ടും സൂചിപ്പിക്കുക. 99-ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം. സത്യത്തിൽ ഈ ഖണ്ഡികയിൽ മുഴുവനും ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹത്തെക്കുറിച്ചുള്ള പഴയ നിയമത്തിലെ നിരവധി ഉദാഹരണങ്ങൾ നൽകുകയാണ്. നമുക്ക് ഈ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുവരെ 98-ാമത്തെ ഖണ്ഡിക വരെ കണ്ടത് മുഴുവനും ദൈവത്തിൻ്റെ മാനുഷിക സ്നേഹവും അതുപോലെ തന്നെ ദൈവികമായ സ്നേഹം തന്നെയാണ്. അതിൻ്റെ കുറച്ചും കൂടി ആധികാരികമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് പറയുകയാണ്, ഈശോയുടെ തുളയ്ക്കപ്പെട്ട ഹൃദയം, മുറിയപ്പെട്ട ഹൃദയം തൻ്റെ ജനത്തോട് അനവരതം കാണിച്ച സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. കുറച്ചും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട്, അതായത് നമ്മൾ ഈ ചാക്രിക ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്തൊക്കെ കണ്ടല്ലോ, നമ്മെ തേടി വരുന്ന സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കണ്ടു, കാത്തിരിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് കണ്ടു,
കണ്ണീരൊരുകുന്ന കർത്താവിൻ്റെ ആ വികാരപരമായ സ്നേഹത്തെക്കുറിച്ച് കണ്ടു, അനുകമ്പ തോന്നുന്ന സ്നേഹത്തെക്കുറിച്ച് കണ്ടു. അതിൻ്റെയൊക്കെ ഒരു പടി കൂടി കടന്നുകൊണ്ട് പറയുകയാണ്, ഈ സ്നേഹം, തുളയ്ക്കപ്പെട്ട ഹൃദയം, മുറിയപ്പെട്ട ഹൃദയം, ഈശോയുടെ ഹൃദയം തൻ്റെ ജനത്തോടുള്ള അവിടുത്തെ അളവറ്റ സ്നേഹത്തിൻ്റെ ഉറവിടമായിട്ടാണ് ഇവിടെ പരിശുദ്ധ പിതാവ് കാണിക്കുക. യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 4-ാമത്തെ വാക്യം, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനിനും പ്രിയങ്കരനുമാണ്. യെശയ്യാ 49:15-16, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഈശോയുടെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെക്കുറിച്ചാണ്. അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കാൻ സാധിക്കുമോ? മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ സാധിക്കും. അവൾ മറന്നാൽ പോലും. അതാണ് അനന്തമായ സ്നേഹം, വ്യവസ്ഥകളില്ലാത്ത സ്നേഹമെന്ന് പറയുന്നതിൻ്റെ കാരണം. യെശയ്യാ 45:10, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. അതായത് പ്രവാചകൻ വഴി ദൈവം നമ്മോട് പറയുകയാണ്, ഞാൻ നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുകയാണ്. അതിന് ഉദാഹരണങ്ങളാണ് പറയുന്നത്. ഏറ്റവും അധികം നീ എനിക്ക് വിലപ്പെട്ടവനാണ്, ബഹുമാന്യനാണ്, പ്രിയങ്കരനാണ് എന്ന് പറയുകയാണ്. നമുക്കെല്ലാം ഉള്ളൊരു വേദന അതാണല്ലോ. എന്നെ ആരും വിലമതിക്കുന്നില്ല, ആരും എന്നെ ബഹുമാനിക്കുന്നില്ല, ആരും എന്നെ ഇഷ്ടമുള്ളതായി പ്രിയങ്കരനായി കാണുന്നില്ല. പക്ഷേ യെശയ്യാ പ്രവാചകനോട് തമ്പുരാൻ പറയുന്നു, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. യെശയ്യാ 43:4. ഇടയ്ക്കൊക്കെ ആ വചനം കുറച്ച് പഠിക്കുന്നതും അതെപ്പോഴും ആവർത്തിച്ച് പറയുന്നത് നല്ലതാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും നമ്മോട് പറയുന്നതാണ്. ജെറമ്യാ 31:3 നമ്മൾ പോവുകയാണ്. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ഇതുപോലെ സ്നേഹിക്കുന്ന ദൈവത്തെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെയാണ് പരിശുദ്ധ പിതാവ് ഈ വചനഭാഗമൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് ഈ ഖണ്ഡികയിലൂടെ നമ്മളോട് ചോദിക്കുക. സഭാനിയ 3:17-18, നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവാണ്, നിൻ്റെ മധ്യേ ഉണ്ട്. ആ യോദ്ധാവാകുന്ന വിജയം നൽകുന്ന ദൈവം നിൻ്റെ മധ്യേ ഉണ്ട്. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. വലിയ സന്തോഷമായി നമുക്കിപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ. വചനം വായിച്ചിട്ടുണ്ടാവും ഈ വചനം. സഭാനിയ 3:17-18, വിജയം നൽകുന്ന യോദ്ധാവ് ആയ കർത്താവ് നിന്നോട് കൂടെയുണ്ട്, നിൻ്റെ മധ്യയുണ്ട്, നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. അത്രമാത്രം. ഇതൊക്കെ പറയുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യത്തെ വചനം ഒന്നുകൂടെ കേൾക്കുക. യെശയ്യാ 43:4, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. അതുകൊണ്ടാണ് വിജയം നൽകുന്ന യോദ്ധാവായ തമ്പുരാൻ, ദൈവം കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ മധ്യയുണ്ട്, നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കുമെന്ന് പറയുന്നത്. ഈ വാക്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ വചനമെല്ലാം ദൈവത്തിൻ്റെ സ്നേഹം എത്രത്തോളം വലുതും അചഞ്ചലവുമാണെന്ന് നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഓരോ വാക്കും ഊന്നി പറയുന്നതാണ്. ദൈവത്തിൻ്റെ സ്നേഹം എത്രത്തോളം വലുതാണ്, അത് അചഞ്ചലവുമാണ്. മനുഷ്യബന്ധങ്ങളിൽ കണ്ടുവരുന്ന സ്നേഹത്തേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അതാണല്ലോ പറഞ്ഞത്, പെറ്റമ്മ മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? മനുഷ്യ സ്നേഹമാണത്. അവൾ മറന്നാൽ പോലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറയുന്നു. അത് മനുഷ്യബന്ധങ്ങൾ കണ്ടുവരുന്ന സ്നേഹത്തെക്കാളും വലിയൊരു സ്നേഹം കാണിക്കുകയാണ്. അതുപോലെ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെക്കാൾ അപ്പുറത്തേക്ക് മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം. ആ പ്രകൃതിയുടെ ചില ഭാഗം, ഒരു മലയൊക്കെ മാറ്റി എടുക്കണമെങ്കിൽ, കുന്നുകളൊക്കെ മാറ്റപ്പെടണമെങ്കിൽ എത്രമാത്രം പ്രകൃതിയിൽ അതുപോലെ അതിന്മേൽ പ്രഹരമേൽക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ പോലും എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ലെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് തമ്പുരാൻ നമ്മെ ചേർത്ത് പിടിക്കുകയാണ്. ഈ വലിയ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയണം. തമ്പുരാൻ്റെ വലിയ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം എത്രയോ വലുതാണെന്ന് ആ വലിയൊരു സത്യമാണ് ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ 43, 49, 54 വാക്യങ്ങളിലൂടെയും ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാമത്തെ അധ്യായത്തിലൂടെയും സഭാനിയ 3:17 ഒക്കെ
നമ്മുടെ പരിശുദ്ധ പിതാവ് ആവർത്തിച്ച് പറയുന്നത്. നൂറാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കാം. ദൈവത്തിൻ്റെ കരുണാദ്രമായ സ്നേഹം. ഹോസിയ പ്രവാചകൻ്റെ വാക്കുകളിലൂടെ ദൈവത്തിൻ്റെ കരുണാദ്രമായ സ്നേഹത്തെ വിശുദ്ധീകരിക്കുകയാണ്. മനുഷ്യൻ്റെ നിഷേധങ്ങൾക്കിടയിലും ദൈവത്തിൻ്റെ കരുണാദ്രമായ സ്നേഹം എപ്പോഴും വിജയിക്കുന്നു എന്നാണ് പറഞ്ഞു പഠിപ്പിക്കുക. മനുഷ്യനാണ് നിഷേധങ്ങൾ കാണിക്കും. അത് ബലഹീനത കൊണ്ടാകാം, തൻ്റെ ഇടം കൊണ്ടാകാം, അഹങ്കാരം കൊണ്ടാകാം. പക്ഷേ ആ നിഷേധങ്ങൾക്കിടയിലും തമ്പുരാൻ്റെ കരുണയുള്ള സ്നേഹം എപ്പോഴും വിജയിച്ച് നിൽക്കുകയാണ്. ക്രിസ്തുവിലാണ് ഈ സ്നേഹം അതിൻ്റെ ഏറ്റവും ഉത്തമമായ അല്ലെങ്കിൽ ഉദാത്തമായ ഒരു ആവിഷ്കാരം നമ്മൾ കാണുക. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ കരുണയുടെ കയർ പിടിച്ച് അവരെ നയിച്ചു, സ്നേഹത്തിൻ്റെ കയർ തന്നെ എന്ന് പറയുന്നുണ്ട്. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 11:8-9 പറയുന്നുണ്ട്, മനുഷ്യൻ ദൈവത്തെ നിരസിച്ചപ്പോഴും അവിടുത്തെ അനുകമ്പയും സ്നേഹവും വിജയിച്ചു എന്നാണ് പറയുക. ഈ പഴയ നിയമ പ്രവചനങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും ത്യാഗത്തിലുമാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. മനുഷ്യൻ ദൈവത്തെ നിരസിച്ചു എന്ന് പറയുന്നത് നമ്മുടെ ആദിമാതാപിതാക്കളുടെ ആ ഒരു പാപത്തെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ കൽപ്പന, ആ ജീവൻ്റെ പക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ ആ ദൈവത്തിൻ്റെ കൽപ്പന ആ ദൈവത്തെ നിരസിച്ചപ്പോഴും അവിടുത്തെ അനുകമ്പയും സ്നേഹവും തൻ്റെ ഏകജാതനെ നൽകിക്കൊണ്ട് ആ മനുഷ്യകുലത്തെ അവിടുന്ന് വീണ്ടെടുക്കുകയാണ്. അതായത് പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും ത്യാഗത്തിലുമാണ് പൂർണ്ണമാകുന്നത്. എത്രമാത്രം തമ്പുരാൻ ത്യാഗങ്ങൾ ഏറ്റെടുക്കുകയാണ്. കുരിശിലെ മരണം, പീഡാനുഭവങ്ങൾ അതെല്ലാം ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂടെ പൂർണ്ണമാവുകയാണ്. അവിടുത്തെ സ്നേഹം ഒരു സാധാരണ സ്നേഹമല്ല എന്ന് നമുക്കറിയാം. അത് ക്ഷമിക്കുന്നതും വീണ്ടെടുക്കുന്നതുമായ സ്നേഹമാണ്. അതാണ് ഈശോയുടെ സ്നേഹത്തിൻ്റെ വലിയൊരു പ്രത്യേകത. അതാണ് ക്ഷമിക്കുന്നതാണ്, വീണ്ടെടുക്കുന്നതാണ്. മനുഷ്യൻ്റെ സ്നേഹത്തിന് വ്യത്യാസമുണ്ട്. നമ്മൊരു സംഭവം അറിയാമല്ലോ. ഈശോ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അന്ധനായ യാചകർ വിളിച്ചു പറയുകയാണ്, കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് വിളിച്ചു പറയുകയാണ്. അപ്പോൾ സാധാരണ ആൾക്കാരെല്ലാം പറയുന്നുണ്ട്, മിണ്ടാതിരിക്കും. ഈശോ നിന്നിട്ട് അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിനക്കെന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്? എനിക്ക് കാഴ്ച വേണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉള്ളലിഞ്ഞുകൊണ്ട് അവരുടെ കണ്ണുകൾ സ്പർശിച്ചു, അവർക്ക് കാഴ്ച നൽകിയെന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം മനസ്സിലാകേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ ഈ കരുണ, ദൈവത്തിൻ്റെ ഈ സ്നേഹം, ഈ ക്ഷമിക്കുന്ന വീണ്ടെടുക്കുന്ന സ്നേഹം ആ മനുഷ്യർക്കിലേക്ക്, അന്ധരായവരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഈശോയോട് കൂടെ നടക്കുന്ന കുറേ പേര് എപ്പോഴും അവരെ ശാന്തമാക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം ഇതാണ്: തമ്പുരാൻ്റെ സ്നേഹം അചഞ്ചലമാണ്, കരുണയുള്ളതാണ്. മനുഷ്യൻ നിരസിച്ചാൽ പോലും അവിടെ നിന്ന് അനുകമ്പയും സ്നേഹം കാണിക്കുന്നുവെങ്കിൽ നമ്മൾ ആർക്കും ഒരു കാരണവശാലും ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടപെടൽ കൊണ്ട് ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം കടന്നു വരുന്നത് തടസ്സപ്പെടുത്താൻ പാടില്ല. അങ്ങനൊരു തീരുമാനം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കണം. തമ്പുരാൻ്റെ കരുണ, ഒരു മനുഷ്യന് കരുണാദ്രമായ സ്നേഹം, അത് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ഞാൻ കാരണം തടയാൻ പാടില്ല. ഇതാണ് ഈ കാരുണ്യത്തിൻ്റെ നമ്മൾ ഈ ചാക്രിക ലേഖനം പഠിച്ച് ഓരോ നിമിഷം മുന്നോട്ട് വരുമ്പോഴും നമ്മുടെ ജീവിതത്തെ കൂടി മാറ്റിക്കൊണ്ട് വരാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അല്ലെങ്കിൽ ഒരു ചാക്രിക ലേഖനം പഠിച്ചു, ഈശോയുടെ ഹൃദയത്തെക്കുറിച്ച് പഠിച്ചു, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പഠിച്ചു, പരീക്ഷ എഴുതി, അല്ലെങ്കിൽ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തു, വിജയിച്ചു, സമ്മാനം തേടി. പക്ഷേ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോയുടെ സ്നേഹം കടന്നു വരില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതുകൊണ്ട് ഈ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണം പുതിയ നിയമത്തിൽ നടക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം എല്ലാവരിലേക്കും കടന്നു ചെല്ലുന്നതിന് മാധ്യമമാകാൻ പറ്റിയില്ല എങ്കിൽ പോലും അതിന് തടസ്സമാകാതിരിക്കാനും കൂടി നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം. നൂറ്റിയൊന്നാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോയുടെ ഹൃദയം ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്. എല്ലാ ദൈവസ്നേഹ പ്രഖ്യാപനങ്ങളുടെയും പൂർണ്ണത ക്രിസ്തുവിൻ്റെ മുറിവേറ്റ ഹൃദയത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമങ്ങളുടെ
ഓരോ കാര്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടുവന്നത്, ഓരോ ഖണ്ഡികയിലും പഴയ നിയമത്തിലെ പ്രവചനങ്ങളും അതിൻ്റെ പൂർത്തീകരണവും പൂർത്തീകരണം കണ്ടുവരികയായിരുന്നു. അതായത് എല്ലാ ദൈവസ്നേഹ പ്രഖ്യാപനങ്ങളുടെയും പൂർണ്ണത ക്രിസ്തുവിൻ്റെ മുറിവേറ്റ ഹൃദയത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രധാന ആശയം എന്ന് പറയുന്നതാണ്, ഈശോയുടെ മുറിവേറ്റ ഹൃദയം തിരുവെഴുത്തുകളിലൂടെ ദൈവസ്നേഹത്തിൻ്റെ എല്ലാ പ്രഖ്യാപനങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഇത് വെറുമൊരു വാക്കുകളല്ല, അതായത് ദൈവത്തിൻ്റെ വചനം വെറും വാക്കുകളല്ല, ജീവൻ്റെ ഉറവയാണ്. പഴയ നിയമത്തിൽ പറഞ്ഞത് പുതിയ നിയമത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നു. പുതിയ നിയമത്തിൽ ഈശോ തന്നെ പറഞ്ഞത് അവൻ്റെ ബലിയിൽ, കാൽവരിയിലെ ബലിയർപ്പണത്തിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് ഇത് വെറും വാക്കുകളല്ല, ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവനുള്ള ഉറവയാണ്, അല്ലെങ്കിൽ ജീവൻ്റെ ഉറവ തന്നെയാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ ഉദ്ധരിക്കുകയാണ്, സഭയുടെ ആത്മീയതയുടെ കാതലായ ഭാഗമാണ് തിരുഹൃദയത്തോടുള്ള ഭക്തിയെന്ന്. അതാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത്. സഭയുടെ ആത്മീയതയുടെ കാതലായ ഭാഗമാണ് തിരുഹൃദയത്തോടുള്ള ഭക്തി. കുരിശിൻ്റെ ചുവട്ടിൽ ആയിരുന്നു കൊണ്ട് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്നു കൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ കുരിശിൽ കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട ഹൃദയത്തിലേക്കാണ് സഭ എപ്പോഴും ഉറ്റുനോക്കിയിരുന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിൽ മാത്രം എത്തി നിൽക്കാതെ നാമെല്ലാം ആവുന്നതാണല്ലോ സഭയെന്ന് പറയുന്ന ആ സഭയുടെ നോട്ടം മുഴുവനും ഈശോയുടെ തിരുഹൃദയത്തിലേക്കാണ്. നമ്മൾ പറഞ്ഞു, ഈശോയുടെ തിരുഹൃദയം എന്ന് പറയുന്നത് സുവിശേഷങ്ങൾ മുഴുവൻ്റെയും സമുന്നയമാണ്. സുവിശേഷം അത് പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്. പഴയ നിയമ പ്രവചനങ്ങളും പ്രവാചകന്മാർ പറയുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ മുഴുവൻ പഠിച്ചത്. അതിൻ്റെ പൂർത്തീകരണമാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഇന്ന് നമ്മൾ പഠിച്ച കാര്യം മുഴുവൻ എടുത്ത് നോക്കിയാൽ, ക്രിസ്തുവിൻ്റെ മുറിവേറ്റ ഹൃദയം നമ്മുടെ ദാഹം ശമിപ്പിക്കുന്ന ജീവൻ്റെ ഉറവയും ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ പൂർണ്ണമായ ആവിഷ്കാരവുമാണെന്ന് ഒറ്റവാക്കി നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് ക്രിസ്തുവിൻ്റെ മുറിവേറ്റ ഹൃദയം നമ്മുടെ ദാഹം ശമിപ്പിക്കുന്ന ജീവൻ്റെ ഉറവയും ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ ഉറവയുടെയും ആവിഷ്കാരമാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. 92 മുതൽ 101 വരെയുള്ള ഖണ്ഡികകളാണ് നമ്മൾ ഇന്ന് പഠനവിധേയമാക്കിയത്. പഴയ നിയമത്തിൻ്റെ പ്രവാചകന്മാർ വഴി നൽകിയ പ്രവചനങ്ങൾ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കി. ആ വചനങ്ങളൊക്കെ നമുക്ക് മനഃപ്പാഠമാക്കാനായിട്ട് പരിശ്രമിക്കാം. ഈ തിരുഹൃദയത്തെക്കുറിച്ച് വചനത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ സാധിച്ച തമ്പുരാൻ്റെ വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അവിടുത്തെ കാരുണ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയവും മറ്റുള്ളവർക്കായിട്ട് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ശക്തിയിൽ മറ്റുള്ളവർക്കായി തുറക്കുന്നതിന് കാരണമായി തീരട്ടെ. തമ്പുരാൻ്റെ കാരുണ്യം, തമ്പുരാൻ്റെ കൃപ മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുന്നതിന് തടസ്സമാകാതിരിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധ്യമമുള്ള തിരുഹൃദയമേ, എൻ്റെ സ്നേഹമായിരിക്കണമേ.